അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഗൈസ്, നാസർ വലിയരാണ്. മാഷാ അല്ലാ, ഞാനിപ്പോൾ ഒന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഞങ്ങളുടെ റേഞ്ചിലെ പ്രിയപ്പെട്ട സഹോദരനായിട്ടുള്ള ഉസ്താദ് സമദ് ഉസ്താദിൻ്റെ പറപ്പൂത്തോടം അവിടുത്തെ പറപ്പൂത്തോടം സദർ ഉസ്താദിൻ്റെ മകളുടെ വിവാഹമായിരുന്നു. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് വന്നതാണ്. മാഷാ അല്ലാ വന്നു. അങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് പറയാൻ അൽഹംദുലില്ലാ മണ്ണാർക്കാട് ആണ് അത് കല്യാണം കഴിഞ്ഞ്. അങ്ങനെ ഒരു 10 വർഷം മുമ്പ് ബഹുമാനപ്പെട്ട ഞങ്ങളുടെ മഹല്ലിലെ ഖത്തീബായിരുന്ന കമുൽ ഫൈസി അവരുടെ കൂടെ ഒരു തവണ ഇവിടെ വന്നു. പിന്നീട് നമ്മുടെ സമസ്തയുടെ പ്രസിഡൻ്റായിരുന്ന ബഹുമാനപ്പെട്ട എ പി കുമരംപുത്തൂർ മുഹമ്മദ് ഉസ്താദ് അവർ വഫാത്തായപ്പോൾ അവിടുത്തെ ജനാസ സന്ദർശിക്കാൻ വേണ്ടി ഞങ്ങൾ ഒന്നിച്ചു നിന്നു. അതിനാൽ ജനാസൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ഈ സ്ഥലത്ത് മഹാനായ അട്ടപ്പാടിയിൽ ഈ കൊടക്കാട് അബ്ദുല്ലാഹിൽ ഖാദിരി ഖദ്ദസല്ലാഹു സിററുൽ അസ്സ അവരുടെ മഖാമിലേക്ക് ഞങ്ങൾ വന്നു. അൽഹംദുലില്ലാ അങ്ങനെ ഒന്ന് വന്ന സമയത്ത് ഈ ഒരു സെറ്റപ്പൊന്നും ഇവിടെ ഇല്ല. ഒരു ഓലഷെഡിനകത്ത് ആണ് മക്കാമുള്ളത്. ആ മക്കാമിനകത്ത് ഞങ്ങൾ വന്നിരുന്നു. അങ്ങനെ അന്ന് ഞാനിപ്പോൾ ഒരു ഷെഡ് കാണിച്ചുതരാം. അങ്ങോട്ട് പോകുമ്പോൾ നായുണ്ട്. ആ ഷെഡിനകത്ത് അവിടെ ഒരു വല്ലിപ്പുണ്ടായിരുന്നു. ആ വല്ലിപ്പ കുറേ കാര്യങ്ങൾ മഹാനെക്കുറിച്ച് പറഞ്ഞു തന്നു. ഈ കാണുന്ന പ്രദേശം എല്ലാവരും കണ്ടില്ലേ, ഇത് കംപ്ലീറ്റ് കാടാണ്. ഈ കാട്ടിൽ ഒറ്റയ്ക്കിരുന്ന് അള്ളാഹുവിനോട് അടുത്ത് അള്ളാഹുവുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു ഭൗതികതയിലും യാതൊരു ചിന്തയിലും പെടാതെ അള്ളാഹുവിനെ മാത്രം ഓർത്ത് നമുക്കൊക്കെ വഴികാട്ടിയായി അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ കൊടക്കാട് അബ്ദുല്ലാഹിൽ ഖാദിരി ഖദ്ദസല്ലാഹു സിററുൽ അസ്സ അവറുകൾ. ചരിത്രം വളരെ വിശാലമാണ്. ആ ഖാദിരിയ ത്വരീഖത്തിൻ്റെ ഒരു ഖലീഫ കൂടിയായിരുന്നു മഹാനവറുകൾ. അൽഹംദുലില്ലാ ഇന്ന് ഞാൻ ആ കല്യാണം കഴിഞ്ഞ് നേരെ ഷെയ്ഖ് അവറുകൾ മക്കാമിൽ വന്നു. ളുഹർ ഇവിടുന്ന് നിസ്കരിച്ചു. ഷെയ്ഖ് അവറുകളുടെ മക്കാമിൽ ഫാത്തിഹ ഓതി യാസീൻ ദുആ ചെയ്തു. ഇൻഷാ അല്ലാ ഇപ്പോൾ പണ്ടത്തെ പോലെ അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് മക്കാമ് കാണൂല. അപ്പോൾ അൽഹംദുലില്ലാ കുറേ ആളുകൾ ഈ മക്കാമ് കാണാത്ത ആളുകളുണ്ടാവും. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യുക, ഇവിടെ വരിക. ഇൻഷാ അല്ലാ കറക്റ്റ് ലൊക്കേഷൻ ഞാൻ ഇവിടെ നിന്ന് പോകുമ്പം പറഞ്ഞുതരാം. അട്ടപ്പാടിയിൽ നിന്ന് ചുരമൊക്കെ കയറി വന്ന് ശേഷം കക്കുപ്പടിയിൽ നിന്നൊരു 4-5 കിലോമീറ്റർ മുന്നോട്ട് വന്നാൽ ഇടതുഭാഗത്തേക്ക് പുഴയുണ്ട്. ആ പുഴയുടെ പാലം കടന്നു കഴിഞ്ഞാൽ പിന്നീട് നേരെ ഇങ്ങോട്ട് വരാം, മക്കാമിലെത്തും. ഒരു 2.5 കിലോമീറ്റർ ഇങ്ങോട്ട് പോകുന്ന മക്കാമിലേക്ക് എത്തും. ഒരു ഉൾപ്രദേശമാണ്, കാട് പ്രദേശമാണ്. ഇപ്പം ഞങ്ങൾ 10 വർഷം മുമ്പ് വരുമ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥ അല്ല. ഇപ്പം മറിച്ച് ജനവാസങ്ങളും കൃഷികളൊക്കെ, അന്ന് കൃഷികളുണ്ടായിരുന്നു, പക്ഷേ ജനവാസം കുറവായിരുന്നു. കണ്ടില്ല നിങ്ങൾ, ഇവിടുന്ന് പാറ പൊട്ടി വീണ് മക്കാമിൻ്റെ തൊട്ടടുത്ത് ചുമരുമ തട്ടി നിൽക്കുകയാണ്. ഇതൊക്കെ നമ്മൾ വീടിന് പറ്റിക്കുകയാണെങ്കിൽ വീടൊക്കെ എന്താവും, തമർന്നു പോയിട്ടുണ്ടാവും. പക്ഷേ അള്ളാഹുവിൻ്റെ തൗഫീഖോട് കൂടിയിട്ട് യാതൊരു പ്രയാസവും വരാതെ സംരക്ഷിക്കണം അള്ളാഹുവിൻ്റെ കാവൽ. ഇന്ന് ആ ഓലഷെഡൊക്കെ കഴിഞ്ഞു. ഇന്നിപ്പോൾ അള്ളാഹിൻ്റെ തൗഫീഖോട് കൂടിയിട്ട് നല്ല സെറ്റപ്പാണ്. ഇന്ന് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ആ ഓലൊക്കെ പോയി കോൺക്രീറ്റായി. ഇവിടെ കൂടുതലും വരുന്നത് തിരൂർക്കാരാണ്. തിരൂര്, മലപ്പുറം, താനൂർ ഭാഗത്തുള്ളവരാണ്. കാരണം മഹാനവറുകൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ മഹാനവറുകളുമായി ബന്ധപ്പെട്ടിരുന്ന ആളുകൾ ഇവിടെ വരുന്നു. അവരിൽ നിന്ന് മറ്റുള്ളവർക്ക് അറിയുന്നു. അങ്ങനെ എല്ലാവരും വന്നുകൊണ്ട് അൽഹംദുലില്ലാ ഇന്ന് വലിയൊരു സിയാറത്ത് ഇതിൻ്റെ ഒരു കേന്ദ്രമായിട്ട് അൽഹംദുലില്ലാ മാറിയിട്ടുണ്ട്. ഇൻഷാ അല്ലാ എല്ലാവരോടും പറയാനുള്ളത്, വലിയ ഫലമുള്ള ഒരു സ്ഥലമാണ്. അള്ളാഹുവിൻ്റെ ഇസ്മൊക്കെ ഇങ്ങനെ അസ്മാഉൽ ഹുസ്നയൊക്കെ എഴുതി 4 ഭാഗത്തും തൂക്കി എപ്പോൾ വന്നാലും അള്ളാഹുവിനെ കുറിച്ചുള്ളൊരു ഓർമ്മ നമുക്ക് ലഭിക്കാൻ പറ്റുന്ന തരത്തിലാണ്. മറ്റുള്ള മക്കാമിലൊക്കെ പോകുന്നത് പോലെ ആഡംബര സംവിധാനങ്ങളൊന്നുമില്ല. മക്കാമിലൊരു വലിയ കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയൊന്നുമില്ല. ഒരു ഉൾപ്രദേശം, ഒരു കാട്ടുപ്രദേശം,
ശരിക്കും നമുക്ക് ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായി നമുക്ക് എന്ത് ചെയ്യാം, പ്രാർത്ഥിക്കാം. ഹൃദയം അറിഞ്ഞ് പ്രാർത്ഥിക്കാൻ, ദുആ ചെയ്യാൻ, അള്ളാഹുവിനോട് ദുആ ചെയ്യാനും മഹാനവറുടെ വസീലയായി മഹാനവറുകളെ നമുക്ക് മുൻനിർത്തി അള്ളാഹു ദുആ ചെയ്യാനുള്ള ഒരു നല്ലൊരു മനസ്ഥിതി നമുക്കുണ്ടാകുന്ന ഒരു തരത്തിലാണ്. കാരണം നമ്മുടെ പടിഞ്ഞാറ്റുമുറി ജാറത്തിങ്കിൽ കഴിഞ്ഞാലുള്ള കാട്ടിൽ മക്കാമ്, ഗ്രേസ് വാലിയുടെ ബാക്കിലുള്ള അറ്റിപ്പറ്റ ശൈഖുന അറ്റിപ്പറ്റ സ്റ്റോറുകളുടെ സ്ഥിരം സിയാറത്ത് ചെയ്തിരുന്ന, അത് പറയപ്പെടുന്നത് മഹാനായ ബഹുമാനപ്പെട്ട ഹിന്ദു ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി അജ്മീർ തങ്ങളവരുടെ കാലത്ത് ഉള്ള ആളായിരുന്നു എന്നാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള മക്കാമുകളൊക്കെ നമ്മൾ അറിയപ്പെടാതെ പോയിട്ടുണ്ട്. അവിടെയൊക്കെ വരിക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അവർക്ക് സലാം പറയുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, അവരുടെ ബറക്കത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യുക, അവരുടെ ബറക്കത്തിന് വേണ്ടി നമുക്കും ചോദിക്കാം. അങ്ങനെ അൽഹംദുലില്ലാ ഒരു വലിയ ഒരു സെറ്റപ്പൊക്കെ ആയി ഇന്ന് ഈ മക്കാം ഇവിടെ മാറിക്കഴിഞ്ഞു. അൽഹംദുലില്ലാ വർഷങ്ങൾക്ക് ശേഷം വന്നപ്പോൾ ഉള്ളൊരു മാറ്റങ്ങളില്ലേ. ഇതാണ് മക്കാമിൻ്റെ പുറത്ത്, ഈ താഴെ ബാത്റൂമാണ്, ഒന്നു ചെയ്യാനുള്ള സൗകര്യമാണ്. ഇപ്പം ഇതിൻ്റെ കോൺക്രീറ്റിൻ്റെ മേലെ നിൽക്കുന്നത്. അപ്പം ഇതാണ് സെറ്റപ്പ്. ഒരു 11 കിലോമീറ്റർ ചുരം കയറി വന്ന് അവിടുന്ന് ഒരു 6-7 കിലോമീറ്റർ വീണ്ടും മുന്നോട്ട് വന്ന് 20 കിലോമീറ്റർ 22 കിലോമീറ്റർ മണ്ണാർക്കാടിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ കഷ്ടി നമുക്ക് മക്കാമിലേക്ക് എത്താനുണ്ടാവും ഇൻഷാ അല്ലാഹ്. എൻ്റെ എല്ലാവരും എന്ത് ചെയ്യുക, വരിക, സിയാറത്ത് ചെയ്യുക. ഇവിടെ നമുക്കെന്തെങ്കിലും നിക്ഷേപിക്കാനുണ്ടെങ്കിൽ അവിടെ അകത്ത് പെട്ടിയുണ്ട്, ആ പെട്ടിയിൽ നിക്ഷേപിക്കാം. കാരണം പണ്ട് നമുക്ക് മക്കാനും ഉള്ളിൽ കയറാൻ പറ്റിയിരുന്നു, ഇപ്പോൾ അതൊന്നും കഴിയില്ല. ഇപ്പോൾ ഒക്കെ പൂട്ടൊക്കെ ഇട്ട് നല്ല സെറ്റപ്പിലാണ്. കാരണം ഒന്നുമല്ല, സിയാറത്തിന് ആളുകൾ വരും, നേർച്ച എന്തെങ്കിലും ഇവിടെ ഇടും, ചിലപ്പോൾ അത് ഇട്ട് ആരെങ്കിലും പോകുന്ന സ്ഥിതി ഉണ്ടാവും. അതൊക്കെ ഉണ്ടായപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സെറ്റപ്പ് കണ്ടെത്തിയതാണ് അൽഹംദുലില്ലാ. നമ്മുടെ വാഹനം അതൊക്കെയാണ്. ഞാൻ സൂം ചെയ്ത് തരാം. അതല്ലേ നമ്മുടെ 55AF0663 സമസ്തൻ്റെ ബാംഗ്ലൂർ സമ്മേളനവുമായി അതേ വണ്ടി തന്നെ ഉണ്ടല്ലേ. ആ വണ്ടി എത്താത്ത സിയാറത്ത് മക്കാമുകളൊന്നുമില്ല ഇൻഷാ അല്ലാഹ്. അപ്പം പ്രത്യേകിച്ച് കൂടുതൽ വിശേഷങ്ങളൊന്നും അറിയാനും വേണ്ടി ഇവിടെ കാരണവരെ കാണാനില്ല. കാരണം ആ വീട്ടിലേക്ക് അങ്ങനെ പോയപ്പോൾ നായനെ കണ്ട് തിരിച്ചു കണ്ടിട്ട് പോകുന്നതാണ് ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഒരുപാട് വലിയ കറാമത്തുകളുടെ ഉടമയാണ് ഇൻഷാ അല്ലാഹ്. പറ്റുന്നവരൊക്കെ സിയാറത്തിന് വരിക, സിയാറത്ത് ചെയ്യുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നമ്മുടെ കാര്യം അവരെ മുൻനിർത്തി നമ്മുടെ കാര്യം അള്ളാഹുവിനോട് ചോദിക്കാം. കാരണം ഒരു റബ്ബിനോട് ചോദിക്കുമ്പോൾ ഒരാളുടെ സഹായം ആ അള്ളാഹു നൽകിയിട്ടുള്ള അവരുടെ കഴിവ് വെച്ച് ചോദിക്കുമ്പോൾ ആ ബർക്കത്ത് ഒന്നും കൂടെ കൂടുമല്ലോ. ഇത് കണ്ടില്ല നിങ്ങൾ, അന്ന് ഞങ്ങളിവിടെ ഒരു ഈ താഴ്ഭാഗത്ത് വണ്ടി നിർത്തിയ ഭാഗത്ത് ഇവിടെ ക്യാൻ വെച്ചിട്ട് ബാരലിൽ വെള്ളം നിറച്ചിട്ട് അതിൽ ഇങ്ങനെ ഒന്നിടത്തൊക്കെ നമ്മൾ ഒന്ന് സിയാറത്ത് ചെയ്തിരുന്നു. അതൊക്കെ മാറി 2 ബാത്റൂമുണ്ട്, ഒതുകൊടുക്കാനുള്ള സെറ്റപ്പ് ഉണ്ടല്ലേ, ഒതുകൊടുക്കാനുള്ള സെറ്റപ്പ്, ഇവിടെയും സെറ്റപ്പ്. അൽഹംദുലില്ലാ വലിയ മാറ്റം വന്നു. ഇവിടെ പുരുഷന്മാർക്ക് ഉപയോഗിക്കാം, ഇത് സ്ത്രീകൾക്ക് ഉപയോഗിക്കാം. സ്ത്രീകൾക്ക് ഇവിടെ ഈ ഭാഗത്ത് വന്നാൽ കൂട്ടമായി സിയാറത്ത് ചെയ്യാൻ കുടുംബസമേതയ്ക്ക് വരുന്ന ആളുകൾക്ക് സ്ത്രീകൾക്ക് കയറി ഈ സൈഡിൽ നിൽക്കാനുള്ള സൗകര്യമുണ്ട്. ഈ മേൽഭാഗത്ത് നിൽക്കാനുള്ള സൗകര്യമുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതൊക്കെ മക്കാമിൻ്റെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അപ്പോൾ എന്താ പറയാനുള്ളത് ഇൻഷാ അല്ലാഹ്, എല്ലാവരും വരിക. സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകളൊക്കെ വരിക, സുന്നികളൊക്കെ വരിക. വഹാബികളുടെ പറഞ്ഞ കാര്യമില്ലല്ലോ ഇൻഷാ അല്ലാഹ്. മാത്രമല്ല പ്രകൃതി സുന്ദരമായ സ്ഥലമാണ്. ഇവിടെ നിന്ന് നോക്കിയേ, ആ കാണുന്ന പുഴയാണ്, ആ കാണുന്ന അട്ടപ്പാടി പുഴയാണത് അതല്ലേ, അട്ടപ്പാടി. അതും മരുന്ന് പുഴ എന്ന് പറയാം നമുക്ക്. അപ്പോൾ വരുന്ന സമയത്ത് ആ പാലത്തിനോട് കുളിക്കാൻ സൗകര്യമുണ്ട്. ഒരുപാട് കാടിനകത്ത് നിന്ന് വരുന്ന പുഴയാണ്, ഒരുപാട് മരുന്നുകളുടെ ഇടയിലൂടെ പല മരങ്ങളുടെയും വേരുകൾ തലോടി വരുന്ന വെള്ളമായതുകൊണ്ട് തന്നെ ഒരു വലിയ മരുന്ന് വെള്ളം നമുക്ക് പറയാൻ പറ്റും. അതാണ് ഈ അട്ടപ്പാടി പുഴയുടെ പ്രത്യേകത. കുളിക്കാനൊക്കെ അവിടെ സൗകര്യമുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പം എന്ത് ചെയ്യുക, വളരെ സന്തോഷകരമായൊരു, ഇവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സിന് സന്തോഷം അൽഹംദുലില്ലാ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ നല്ല നല്ല വീഡിയോകൾ ഇൻഷാ അല്ലാഹ് നമ്മൾ കാണിച്ചു തരും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നിപ്പോൾ അവിടെ ആരും ഇല്ല, അതുകൊണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ വയ്യ. ഒരിക്കൽ കൂടി ഇതാണ് മഖാമ്.
ഇങ്ങനെ കയറുക. ഇങ്ങനെ ഈ റോഡിൽ ഇങ്ങനെ ഇത് റോഡാണ്, താഴെ റോഡാണ്, കോൺക്രീറ്റ് റോഡാണ്. പണ്ട് കട്ട റോഡായിരുന്നു. ഇതിങ്ങനെ അവിടുന്ന് വരാം, ഇത് നേരെ അങ്ങോട്ട് പോകാം. ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ എല്ലാവർക്കും തിരിച്ചറിയും. ഇവിടെ കണ്ട ഗിൽറ്റമാലകളൊക്കെ തൂക്കിയാലേ കാണാം. പിന്നെ അവിടുന്ന് മക്കാമിലേക്ക് വരുന്ന 2 ഭാഗത്തും ആരോ മാർക്കിട്ട് ബോർഡുകളുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം, ചുരത്തുനിന്ന് ബാക്കി സംസാരിക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും.